71 സങ്കീർത്തനം, സാം നമ്പർ 71, 71 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സ്തോത്രം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, വിടിയിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. എൻ്റെ വായുടെ വിടാതെ നിന്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാരുള്ളൂ. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. ഒടുവിലത്തെ വാക്യങ്ങളും ചേർന്ന് വായിക്കാം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്തെൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവും ഇടപെടാതെ നിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോയിരിക്കുന്നു. നമ്മുടെ വായിച്ച് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്തെൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. അവിടെ ഒരു ടുഗർനെസ് നടക്കുകയാണ്. എന്തൊക്കെയാണ്? പ്രാണനും അധരവും തമ്മിൽ ദൈവം ഹല്ലേലൂയ മെനഞ്ഞെടുത്ത ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയെടുത്തത്. ഓ എന്തിനു വേണ്ടിയാണ്? അവനിൽ ഘോഷിച്ച് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. അതാണ് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും ഹല്ലേലൂയ എൻ്റെ അധരങ്ങൾ ഉയരുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് അധരം തുറന്ന കർത്താവിനെ വാഴ്ത്തുവാനിടയായി തീരട്ടെ. ഹൃദയംഗമായി വാഴ്ത്തുവാനിടയായി തീരട്ടെ. അധരം തുറന്ന കർത്താവിനെ വാഴ്ത്തുവാനിടയായിട്ട് തീരട്ടെ. ഓ, എൻ്റെ പ്രാണന് ഘോഷിച്ച് ആനന്ദിക്കും. നീ എന്നെ വീണ്ടെടുത്തത്, എന്നെ സ്നേഹിച്ചത് അപ്പാ, ആ ദിവ്യമായ പ്രവൃത്തികൾക്കായി കർത്താവിന് നന്ദി അർപ്പിക്കുക. എൻ്റെ പ്രാണനെ അവൻ വീണ്ടെടുത്തു, മരണത്തിനെ വീണ്ടെടുത്തു, താഴ്ച പാപത്തിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ അനന്യമാണ്. അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മളെ ഇന്ന് വൽക്കാല യോഗ്യരാക്കി തീർത്തല്ലോ. ദൈവത്തിൻ്റെ എല്ലാ കരുതലിനായി, സ്നേഹത്തിനായി, നമ്മളുടെ എല്ലാതേക്കായി കർത്താവിന് മഹത്വം അർപ്പിക്കാം. വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പാ, വീണ്ടും ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ന് വൽക്കാലം കർത്താവ് തിരുനാമത്തിൽ ഞങ്ങൾക്ക് തിരുപാദത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് കർത്താവ് അനുഗ്രഹിച്ച കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഷാൽ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഭാരങ്ങൾ കർത്താവ് രോഗങ്ങളുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയ കർത്താവ്, ഞങ്ങളെ കരുതിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ കർത്താവ് ആ വിഷയങ്ങളുമായി കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ തിരു സാന്നിധ്യത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് കർത്താവ് ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. അവിടുന്ന് കർത്താവ് ഏതൊരു വിഷയങ്ങളാണ് ഞങ്ങളെ സഹായിക്കുന്ന കരം ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവാതിൽ വീണ്ടും ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയോടെ കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവിന് നന്ദി അർപ്പിച്ച ദിവസം അംഗീകരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ കർത്താവ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അനുഗ്രഹത്തോടെ വിടുതലോടെ കർത്താവിന് മഹത്വം കരയേറ്റുവാൻ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ.
ദൈവത്തിന് ആരാധന കൊടുക്കുക എന്നാണ് നമ്മൾ ഇവിടേക്ക് ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുന്നത്. ബാക്കി ക്രമീകരണങ്ങൾ എൻ്റെ സമയത്ത് നടന്നോളും. നമ്മളതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ദിവസത്തിലിരിക്കേണ്ട ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മളെ എത്രത്തോളം നടത്തിയല്ലോ, വീണ്ടും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കും വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവം നൽകിയ ആലോചനയെ വേഗത്തിൽ തന്നെ അറിയിച്ച് തുടർന്ന് സാക്ഷ്യത്തിലേക്ക് കടപ്പാനാണ് ആഗ്രഹിക്കുന്നത്. 71 സങ്കീർത്തനം, അതിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിപ്പാനിടയായി തീരട്ടെ. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ദൈവത്തിലുള്ള ആശ്രയത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നത്. ഞാൻ ആരിൽ ആശ്രയിക്കുന്നു? ഞാൻ ആരിലാണ് എൻ്റെ ആശ്രയം? ദൈവത്തിൽ ഞാൻ ആശ്രയം വെച്ചിട്ടുണ്ട്. ജീവിയാത്രയിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുവാൻ ഞാൻ ഇപ്രകാരം പ്രാർത്ഥനയിൽ കേൾക്കുവാനിടയായി. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നാം മുന്നോട്ട് പോകുമോ, നമ്മുടെ അവസ്ഥകളിൽ പലപ്പോഴും നമുക്കറിയാത്ത വിഷയങ്ങൾ നമ്മുടെ നടുവിലുണ്ട്, ഭാരങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ നമുക്ക് ചേർന്ന് പറയാൻ നമുക്ക് ആയിരിക്കട്ടെ, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എൻ്റെ ആശ്രയം അങ്ങിലാണ്. എൻ്റെ അവസ്ഥകളെ അറിയുന്ന ദൈവമുണ്ട്. അത് അവന് ഹല്ലേലൂയ സമയവ്യത്യാസമില്ല, അവന് കാലഘട്ടം വ്യത്യാസമില്ല. എൻ്റെ അവസ്ഥകളിൽ എന്നോട് കടന്നു വന്ന് എന്നെ സഹായിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഇന്ന് വൽക്കാലം ഏതു തന്നെ ഭാരമുണ്ടെങ്കിലും ഏതു തന്നെ വിഷയമുണ്ടെങ്കിലും കർത്താവ് മതിയായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ എന്ന് നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ലജ്ജിച്ചു പോകുവാനുള്ള അനേക അവസരങ്ങൾ വന്നിട്ടുണ്ട്. തല താഴ്ത്തേണ്ടതായ അവസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ തല താഴ്ത്തേണ്ട അവസ്ഥകൾ വരുമ്പോൾ തനിക്കറിയാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. തല ഉയർത്തുന്നവനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ വന്നപ്പോൾ ഞാൻ പലപ്പോഴും തല താഴ്ത്തി ഇരിക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ ഇല്ല, അവൻ എൻ്റെ തലയെ ഉയർത്തിപ്പിടിക്കുവാൻ ഹല്ലേലൂയ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പോൽക്കാലം അവസ്ഥകൾ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മറ്റാരും സഹായിപ്പാനില്ലാത്തപ്പോൾ ഹല്ലേലൂയ നാം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവൻ എൻ്റെ തല ഉയർത്തുന്നവനാണ്, അവൻ എൻ്റെ മഹത്വമാണ്, അവൻ എൻ്റെ പരിചയമാണ്. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം ഹല്ലേലൂയ വിഷയങ്ങളുടെ നടുവിൽ അവൻ എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ തലയെ ഉയർത്തുവാൻ അവൻ എന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീണ്ടും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് എന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പിന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പേഴ്സണലായിട്ട് ചില ഉറപ്പുകളുണ്ട്, ഒരു കൺവിഷനുണ്ട്. പേഴ്സണലായി തൻ്റെ ജീവിതത്തിൽ വിഷയങ്ങൾ അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിഷയം ഫേസ് ചെയ്യുമ്പോൾ തനിക്കൊരു കൺവിഷനുണ്ട്. എന്താണെന്നറിയാമോ കൺവിഷൻ? അതാണ് 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പേഴ്സണലാണ് അവിടെ പറഞ്ഞ്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഇത് അനുഭവിക്കുന്ന ഒരു ദൈവമല്ല മാത്രമേ അത് ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന്. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവേ, ഈ ഹല്ലേലൂയ പാർക്കുവാൻ നല്ല കൊട്ടാരമില്ലേ, നല്ല അനുഭവങ്ങളില്ലേ? ഹല്ലേലൂയ എല്ലാ അനുഭവങ്ങളും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഹല്ലേലൂയ ഈ ഒരു സങ്കീർത്തന ഭാഗമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ അവസ്ഥകൾ കൂടെ താൻ കടന്നുപോയി, അല്ലെങ്കിൽ തൻ്റെ ആ ഹല്ലേലൂയ നല്ലൊരു പ്രായം താൻ അനുഭവിച്ച ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ സ്നേഹം, തനിക്ക് ലഭിച്ച രാജ്യസ്ഥാനം, അതൊക്കെ ഉണ്ട്, ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. എന്നാൽ ആ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങൾ കൂടെ താൻ കടന്നുപോയപ്പോഴും ഇപ്പോഴും താൻ ദാവീദ് പറയുന്നത്, ഞാൻ വന്ന് പാർക്കേണ്ടതിനെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെയുള്ള ആ വാസമാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന് അവൻ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നുള്ള അനുഭവം. അതാണ് പറഞ്ഞത്, ഞാൻ വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഹല്ലേലൂയ. ഞാൻ വന്ന് പാർക്കേണ്ടതിന്, ഞാൻ എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടതിന്, ഞാൻ എപ്പോഴും ആയിത്തീരേണ്ടതിന് എനിക്ക് ഉറപ്പുള്ളൊരു പാറയുണ്ട്. കാരണം എന്താ? ലോകത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറിപ്പോകുന്ന അവസ്ഥയാണ്. ലോകത്തിൽ നിന്നും ആശ്രയിപ്പാനില്ല. ദൈവം തന്നെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനെ നടത്തിയത്, ദൈവം തന്നെ കൊണ്ടുപോയത്, ആ അവസ്ഥകളെ കുറിച്ചൊന്നും താൻ പ്രിയപ്പെടുവാൻ ആഗ്രഹിക്കാതെ ഇപ്പോൾ താൻ പറയുകയാണ്, ഞാൻ
വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് എപ്പോഴും ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് പകൽക്കാലം നാം ഒന്ന് അന്വേഷിച്ച് നോക്കണം. നാം നമ്മളെ തന്നെ ഒന്നും കൂടെ ഹൃദയംഗമായി, അപ്പാ നിന്റെ സാന്നിധ്യം ഏറ്റെടുക്കുവാൻ, എപ്പോഴും നിന്നോടുകൂടെ അധിവസിക്കുവാൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എപ്പോഴും ഞാൻ വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. അങ്ങനെ ഉറപ്പുള്ളപ്പോൾ ഒരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ട്. അവിടെ താൻ പറയുകയാണ്, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ഒരു ഓർഡർ അല്ല അവിടെ പറയുന്നത്. ലോകത്തിൻ്റെ ഭേദങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളിൽ ഉണ്ടാകുന്ന ഭേദങ്ങൾ അനുസരിച്ചുള്ള ഒരു ഓർഡർ അല്ല ഇവിടെ പറയുന്നത്. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകത്തിലുള്ള സകല പ്രവൃത്തികളെക്കാൾ ഉന്നതമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത് താൻ ഗ്രഹിച്ചിട്ടുണ്ട്, താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഒരു ദൈവത്തിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. എന്ത് പറയാൻ പറ്റത്തുള്ളൂ? നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, നീ എനിക്ക് വേണ്ടി രക്ഷിപ്പാൻ നീ കൽപ്പനയെ നീ അയക്കുന്ന ദൈവമാണ്. അപ്പോൾ രക്ഷിക്കാൻ കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് രക്ഷയില്ലാതെ വന്ന അവസ്ഥകളുമുണ്ട്, ഭാരത്തിലായിപ്പോയ അനേക അവസ്ഥകളുണ്ട്. ആര് സഹായിക്കുമെന്ന്, ആര് കരുതുമെന്ന്, ആര് സംരക്ഷിക്കുമെന്നൊക്കെ ചിന്തിച്ച് അനേക അവസരങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ഉറപ്പ് പറയുകയാണ്, ഓ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ അവസ്ഥകളെ വ്യത്യാസം വരുത്തുവാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ അവൻ കൽപ്പിക്കുന്ന ദൈവമാണ്. അവൻ്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾ മാറുവാ, നിന്റെ ക്ഷീണങ്ങൾ മാറുവാ, അവൻ കൽപ്പിക്കുന്ന ദൈവമാണ്. നീ ഭാരത്തിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഓർഡർ നമ്മുടെ വിഷയങ്ങളുടെ മേൽ കടന്നു വരുന്ന ഹല്ലേലൂയ, അത് മനുഷ്യൻ അയക്കുന്നത് പോലെ അല്ല. ഒരുവനത് നമുക്ക് ഒരുവനെ കുറിച്ച് പുതിയ ചിന്തിക്കുമ്പോൾ അവന് ആ കൽപ്പന, ദൈവം പറയുന്ന വാക്കിനെ ഉള്ളതുപോലെ അവൻ വേറൊന്നും അവിശ്വസിക്കാതെ, ഇല്ല കർത്താവേ നിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ നീ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ കൊണ്ടുവരുമെന്ന് ഉറച്ചു. അവൻ നമുക്ക് അവൻ്റെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ അവൻ്റെ ജീവിതത്തോളം വലിപ്പമുള്ള വലിയ ജീവിതത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം. എന്നാൽ ഇവിടെ ദൈവം കൽപ്പിക്കുന്നത്, കർത്താവ് എന്താണ് പറയുന്നത് അതിന് അവൻ ജീവിതത്തിൽ അവൻ്റെ അവസ്ഥകളിനകത്ത് വില കൊടുക്കുന്നവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. അവൻ കറുന്നോലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി എവിടെ കിടക്കുന്നു? വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ആ ആ ആ അപ്പം കർത്താവ് പറഞ്ഞ ആദ്യം എന്താണ്? ഞാൻ വന്ന് സൗഖ്യമാക്കുവാൻ തയ്യാറാണല്ലേ? അതാണ് വായിച്ചത്. ഞാൻ വന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണെന്ന് അവിടെ പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അതിന് ശതാബ്ദിവൻ കൊടുത്ത മറുപടിയാണ്, കർത്താവേ നീ എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സന്ദർഭത്തിനകത്ത് കർത്താവ് വരുവാൻ, അല്ലെങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ വരവിനെ, എൻട്രൻസിനെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ എൻട്രിയെ എങ്ങനെ വേണമെങ്കിലും കർത്താവിനെ അവിടെ കൊണ്ടുവരുവാനുള്ള സകല സാഹചര്യങ്ങളും മുന്നിലുണ്ട്. എന്നാൽ ഇവിടെ അവൻ അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പാകെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പാകെ അവനൊരു വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറുന്നു. അവിടെ
ഇനി അത് വളരെ ചിന്തിപ്പിക്കാനിടയായി. ഒരു വ്യത്യസ്തമായ ഒരു ജീവിതത്തിനുടമയായി ഇദ്ദേഹം. വലിയ ഫെയിമുള്ള അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, അന്നത്തെ ആ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും 100 പേരെ പടയാളികളെ നിയന്ത്രിക്കുവാൻ കരുത്തനായ ഒരു വ്യക്തിയാണ്, സാമർഥ്യമുള്ള ഒരു വ്യക്തിയാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ വന്നു കഴിഞ്ഞപ്പോൾ, വിഷയം പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നൗ ഹീ ഈസ് എ ഡിഫറെൻറ്റ് മാൻ. ഇതാണ് വ്യത്യാസം. ദൈവകൃപയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിലും എന്തിലും അല്ല, എങ്ങനെയും പറയാം, എങ്ങനെയും ചെയ്യാം, എങ്ങനെ പ്രവർത്തിക്കാമെന്നല്ല. നൗ ഹീ ബിക്കെയിം എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഹൗ ഹീ ബിക്കെയിം എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആഴമായൊരു വീക്ഷണമുണ്ട്. അത് ചിലപ്പം പുറമേ ഉള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെ പുറമേ ഉള്ള സർട്ടിഫിക്കേഷൻ കൊണ്ടോ ഒന്നുമല്ല അത് വെളിപ്പെടാൻ പോകുന്നത്. യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, വിഷയങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരികയാണ്. അവൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പോൾ എന്താ തിരിച്ചറിവ്? ദൈവ സാന്നിധ്യത്തിന് മുമ്പാകെ വരുമ്പോൾ, now I am, hallelujah, oh, the most important person. Now I am the most important person, so I deserve everything എന്നാണ് പറഞ്ഞത്. I deserve everything. എന്നെ ആരും, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം ഡിസർവ് ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അതിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ വീട്ടോട്ട് പോക്കോ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആളാന്ന് പറഞ്ഞ് മുഴുവൻ നിയന്ത്രണവും സെഞ്ചുറിയൻ ഏറ്റെടുക്കുകയല്ലായിരുന്നു. He humbled before the Lord. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തിക്കൊടുക്കുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം വെളിപ്പെടും. ഏതാ വെളിപ്പെടേണ്ട അവസ്ഥകൾ? അനേക വെളിപ്പെടേണ്ട അവസ്ഥകളുണ്ട്. ഇല്ല, താഴ്ത്തിക്കൊടുക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ശതാദി അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ സമർപ്പിച്ചു കൊടുത്തു. അവനൊരു കാര്യം പറഞ്ഞു, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. നീ വരണ്ട, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട, നിന്റെ ഒരു വാക്ക് മതി. അവൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമാണ്, വലിയ സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. ആ വിശ്വാസം ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരിക. ഹല്ലേലൂയ. അപ്പാ, ഞാൻ ആരുമല്ല. ഓ, നീ വരുവാൻ ഞാൻ ആരുമല്ല. ഹല്ലേലൂയ. നീ പ്രവർത്തിപ്പാൻ ഞാൻ ആരുമല്ല. ഹല്ലേലൂയ. ഞാൻ ആരുമല്ലെന്നുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പാകെ അവൻ സമർപ്പിച്ച് അവൻ താഴ്ത്തി കൊടുക്കുകയാണ്. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വാക്ക് അധികാരമുള്ള വാക്കാണെന്ന് അവന് മനസ്സിലായി. എൻ്റെ അധികാര പരിധിക്കപ്പുറമാണ് എൻ്റെ കർത്താവിൻ്റെ വാക്ക്. എൻ്റെ അധികാര പരിധിക്കപ്പുറമാണ് എൻ്റെ കർത്താവിൻ്റെ വാക്ക്. ഇന്ന് പോൽക്കാലം വിശ്വസിക്കുന്നു, ലോകത്തിൻ്റെ അധികാരികളുടെ അപ്പുറമാണ് എൻ്റെ യേശുവിൻ്റെ വാക്ക്. ലോകത്തിൻ്റെ ഡോക്ടറിൻ്റെ വാക്കിൻ്റെ അപ്പുറമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ ആരാധിക്കും. ലോകത്തിൻ്റെ ഡോക്ടറിൻ്റെ വൈദ്യൻ്റെ വാക്കിനപ്പുറമാണ് എൻ്റെ യേശുവിൻ്റെ വാക്ക്. അവർക്ക് തെറ്റിയാലും എൻ്റെ കർത്താവിന് തെറ്റുപറ്റത്തില്ല. അന്യഭാഷകളിൽ സംസാരിക്കട്ടെ, അവർക്ക് തെറ്റിയാലും എൻ്റെ കർത്താവിന് തെറ്റുപറ്റത്തില്ല. ഞാൻ അധികാരിയായിരിക്കാം. I know everything, but I came to the presence of Lord. I am nothing. ഇന്ന് പകലിന്റെ വിഷയത്തെ തൊടുവാൻ അവനിവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആരാധിക്കട്ടെ. ദൈവപ്രവർത്തിക്ക് വേണ്ടി നിന്നെ തൊടുന്നത് ലോകമല്ല. ലോകത്തിന് തെറ്റുപറ്റും, ലോകത്തിലെ വൈദ്യന്മാർക്ക് തെറ്റുപറ്റും, സൂപ്പർവൈസറിന് തെറ്റുപറ്റും. എന്നാൽ ഇന്ന് പകൽ തെറ്റുപറ്റാത്ത ഒരത്ഭുത മന്ത്രി, ഒരു വീരനാം ദൈവം നിന്നോട് കൂടെയുണ്ട്, സഭയോട് കൂടെയുണ്ട്. നിന്നോട് കൂടെയുണ്ട്, വിഷയങ്ങളോട് കൂടെയുണ്ട്. ഒരത്ഭുത മന്ത്രി, വീരനാം ദൈവം. ചില ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന, നിന്നെ നിർത്തലാക്കുന്ന, മുന്നേറ്റത്തെ നിർത്തിക്കളയുന്ന
പരിശുദ്ധാത്മാവ് ഉടവ ശവല അന്തര വൈഡ അതിനെ നിർത്തിക്കളയുന്ന സ്റ്റക്കാക്കി കളയുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുക, ജയമേറ്റെടുക്കുക. സ്റ്റക്കാക്കി കളയുന്ന മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന ശത്രുവിനെ ഇന്ന് പകൽ നീ ജയമെടുക്കണം. ജയമേറ്റെടുത്ത് ഇവിടുന്ന് മടങ്ങാവുള്ളൂ. മുന്നേറ്റത്തെ തലമുറയുടെ ഭാവിയുടെ നിർത്തുന്ന ഒരു ദൈവ കൃപയുണ്ട്, നിർത്തുന്ന ഒരു കൃപയുണ്ട്, നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ഓ, അവന്റെ വാക്ക് എന്റെ പരിമിതികൾക്ക് അപ്പുറമാണ്. അവന്റെ വാക്ക്, അവന്റെ വാക്ക്, അവന്റെ വാക്ക് സൃഷ്ടിക്കുന്ന വാക്ക്, അവന്റെ വാക്ക് ചലിപ്പിക്കുന്ന വാക്ക്, അവന്റെ വാക്ക് എഴുന്നേൽപ്പിക്കുന്ന വാക്ക്, അവന്റെ വാക്ക്. അവന്റെ വാക്ക് നിന്നെ എഴുന്നേൽപ്പിക്കും. അവന്റെ വാക്ക് നിന്നെ സൗഖ്യമാക്കുന്ന വാക്ക്. മുന്നോട്ട് പോകുമ്പോൾ വിഷയങ്ങളില്ലെന്നല്ല, ഭാരങ്ങളില്ലെന്നല്ല, ഞെരുക്കങ്ങളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, വേദനകളില്ലെന്നല്ല, അതിന്റെ നടുവിൽ ഒരു വാക്ക്, നിന്നെ സാന്ത്വനപ്പെടുത്തുവാൻ ഒരു വാക്ക്, സൗഖ്യമാക്കുവാൻ ഒരു വാക്ക്, ജയം നൽകുന്ന ഒരു വാക്ക് ഇന്ന് പകൽ ജീവിതങ്ങളുടെ മേൽ ആ വാക്ക് നിന്നെ എഴുന്നേൽപ്പിക്കും, നിന്നെ നിർത്തും, നിന്നെ സൗഖ്യമാക്കും. നിന്നെ വാക്ക് എഴുന്നേൽപ്പിക്കും കേട്ടോ. നിന്നെ വാക്ക് നിലനിർത്തും. പല ഭാരങ്ങളുണ്ട്, പല വേദനകളുണ്ട്. ഇല്ല, നീ തളരേണ്ട, നീ ക്ഷീണിക്കേണ്ട. വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ നിലനിർത്തുന്ന ദൈവകൃപ. പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകയില്ല. അവൻ്റെ ഒരു വാക്ക് മതി. സ്ഥിതികൾക്ക് വ്യത്യാസം കർത്താവ് കൊണ്ടുവരും. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, നിന്റെ പ്രവൃത്തിയെ എൻ്റെ ജീവിതത്തിൽ അയക്കണമേ. നീ മതിയായ ദൈവമാണ്, നീ അത്ഭുത മന്ത്രിയാണ്. രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാ നീ കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ശൂന്യമായ അവസ്ഥകളെ മാറ്റുവാ നീ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശൂന്യതകളെ മാറ്റുവാ നീ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വേദനകളെ മാറ്റുവാ നീ കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നതാണ്. ഞങ്ങളുടെ അവസ്ഥകളുടെ മേൽ നീ വ്യത്യാസം കൊണ്ടുവരുന്ന ദൈവമായിരിക്കുക. ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യെസ് ലോർഡ്, യെസ് ലോർഡ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അവിടുന്ന് വീരനാം ദൈവം. വിഷയത്തിനകത്ത് അവൻ നമ്മളെ നിലനിർത്തുവാനിടയായി തീരട്ടെ. ഇപ്പോൾ നാം ദിവസം നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. എനിക്ക് നിരപ്പി ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്താട്ടെ. അവിടെ നമ്മളെ സഹായിപ്പാൻ നമ്മോട് കൂടെയുണ്ട്. അനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പാകെ അപ്പാ, നീ അവിടെ ഞങ്ങളെ രക്ഷിപ്പാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവിശ്വാസമുള്ള ഹൃദയമുള്ളവരാണ്. എങ്ങനെ നടക്കും, എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ ഞാൻ ഗോ ത്രൂ ചെയ്യും? പല വിഷയങ്ങൾ, ഭാരങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എങ്ങനെ ഞാൻ അതിനകത്തൂടെ കടന്നു പോകും, എങ്ങനെ ഞാൻ ഗോ ത്രൂ എന്നൊക്കെ ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇല്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ വഴി നടത്തും, കരം പിടിച്ചു വഴി നടത്തും. ഓ, തലമുറയുടെ കാര്യങ്ങളിൽ അവൻ വിശ്വസ്തനായിരിക്കും. അവന്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ നിശ്ചയമായി അവന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അവൻ മതിയാദിയുമായി നമ്മോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയായി വീരനായി നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വാക്ക് കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടവനത്തിനും ഭാഗ്യം ഒന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ.